മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് കരുണയ്ക്കാണെങ്കിൽ വീണ്ടും കമലേശ്വരം വീട്ടിലേക്ക് പോകേണ്ടി വരുന്നു. കരുണയുടെ പൂർണ്ണ സമ്മതത്തോടെയൊന്നും അല്ല അവൾ പോകുന്നത്. കാരണം തൻ്റെ മകളുടെ ജീവിതം നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഉണ്ണിയെപ്പോലെ നല്ലൊരു മരുമകനെ കിട്ടത്തില്ലെന്നുള്ള കാര്യം മുത്തശ്ശിക്കും പ്രതാപനും അറിയാം. പക്ഷേ ഉണ്ണിക്ക് സ്വത്തൊന്നും ഇല്ലെന്ന് ആ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിൽ കരുണ വാശി കാണിച്ച് ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തൻ്റെ മകൾക്ക് തന്നെയായിരിക്കും അതിൻ്റെ നഷ്ടമുണ്ടാകുന്നത് എന്ന് വ്യക്തമായിട്ടറിയാവുന്ന പ്രതാപനും മുത്തശ്ശിയും എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും കരുണയാണെങ്കിൽ അമ്പിലും വില്ലും അടുക്കുന്നില്ല. ഒടുക്കം നമ്മുടെ പ്രതാപൻ ഒരു വയ്യായികയൊക്കെ കാണിച്ച് അവളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവസാന ആഗ്രഹം എന്നോണം ഉണ്ണിയും കരുണയും ഒരുമിച്ച് ജീവിക്കുന്നത് കാണണം എന്നുള്ളൊരാഗ്രഹം പറയുമ്പോൾ അച്ഛൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒടുക്കം നമ്മുടെ കരുണയാണെങ്കിൽ ഉണ്ണിയോടൊപ്പം കമലേശ്വരം തറവാട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കമലേശ്വരം തറവാട്ടിലേക്ക് ചെല്ലുന്ന കരുണയാണെങ്കിൽ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നു. കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് ഉണ്ണിയുടെ സ്ഥാനം മാറ്റി ആ ഉണ്ണിയുടെ സ്ഥാനത്തിരിക്കുന്നത് മറ്റാരുമല്ല സാഗറിനോടൊപ്പം ഇറങ്ങിപ്പോയ മഞ്ജു ആണെന്ന് മനസ്സിലാക്കി കരുണയ്ക്കാണെങ്കിൽ കലി സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കരുണ വീണ്ടും ഒരു ഭ്രാന്തിയെപ്പോലെ ആകുന്ന സമയത്ത് അവളെ സമാധാനിപ്പിക്കാനായി കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇത്തവണ ഉണ്ണി തന്നെ കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണി കൊട്ടേഷൻ കൊടുക്കുന്നത് പ്രകാരം കണ്ണനെ ഉപദ്രവിക്കാൻ വരുന്ന വാടക കൊലയാളികളുടെ കയ്യിൽ നിന്നും കണ്ണനെ രക്ഷപ്പെടുത്തുന്നത് മഹാലക്ഷ്മിയും അനന്തും ഒക്കെ ചേർന്നാണ്. കാരണം കണ്ണനും ഇപ്പോൾ എണീറ്റ് നിൽക്കാനാകുമെങ്കിലും കണ്ണൻ വീൽ ചെയറിലിരിക്കുന്നത് പോലെയാണ് കമലേശ്വരം തറവാട്ടിൽ എല്ലാവരുടെയും മുമ്പിൽ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണന് എടുത്തു ചാടി ആക്രമണത്തിൽ നിന്നും പ്രത്യാക്രമണം നടത്താനോ അവരെ തടഞ്ഞു നിർത്താനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും ഉണ്ണിയാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള കാര്യം നമ്മുടെ മാർക്കോയും ലോപ്പസും വഴി കണ്ടുപിടിക്കുന്നു. കാരണം അതിലൊരു ഗുണ്ടയെ കമലേശ്വരത്ത് തന്നെ ഒരു റൂമിൽ പൂട്ടിയിട്ടതിന് ശേഷം പിറ്റേ ദിവസം മാർക്കോ വന്ന് അവനെ ചോദ്യം ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത്തവണത്തെ കൊട്ടേഷൻ മറ്റാരുമല്ല കൊടുത്തിരിക്കുന്നത്, സ്വന്തം സഹോദരനാണ് ചേട്ടനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കി മഹാലക്ഷ്മിയും കണ്ണനും ആകെ തകർന്നു പോകുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ പേരിൽ കമലേശ്വരം തറവാട്ടിൽ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാകുന്നു. ദുർഗയും ഉണ്ണിയും കണ്ണനും മഹാലക്ഷ്മിയും എല്ലാവരും ചേർന്ന് വലിയൊരു പ്രശ്നത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് സഹി കെട്ട് നമ്മുടെ മഹാലക്ഷ്മിയാണെങ്കിൽ ആ ഞെട്ടിക്കുന്ന സത്യം തുറന്നു പറയുന്നു. നീ കരുണയ്ക്ക് വേണ്ടിയിട്ടല്ലേ സ്വന്തം ചേട്ടനെ ഇല്ലാണ്ടാക്കാൻ നോക്കിയത്. പക്ഷെ നീ ഒരു സത്യം മറക്കരുത്, നിൻ്റെ അച്ഛനെ നിൻ്റെ കണ്ണേട്ടനെ ഈ അവസ്ഥയിലേക്ക് ആക്കാൻ കാരണക്കാരൻ തന്നെ ഇവളുടെ അച്ഛനാണ് എന്ന് പറഞ്ഞ് ആ ഞെട്ടിക്കുന്ന സത്യം തുറന്നു പറയുന്നു. അതായത് പ്രതാപനാണ് കണ്ണൻ്റെ ഉണ്ണിയുടെ അച്ഛനെ കൊല്ലാൻ കാരണക്കാരൻ. കൊട്ടേഷൻ കൊടുത്തത് മറ്റാരുമല്ല വാമദേവൻ അമ്മാവനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ ആദ്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിലും തെളിവുകൾ നിരത്തി മഹാലക്ഷ്മി സത്യങ്ങൾ വിളിച്ചു പറയുന്ന സമയത്ത് ഉണ്ണിക്ക് തൻ്റെ തെറ്റുകൾ മനസ്സിലാകുന്നു. മാത്രമല്ല ആ സമയത്ത് ഈ സത്യങ്ങളൊക്കെ അറിയുന്ന കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് അല്പം നീരസം കാണിക്കുന്നു. ഇത്രയും നാൾ എന്നോടൊപ്പം ജീവിച്ചിട്ട് എന്തുകൊണ്ട് ഈ സത്യങ്ങൾ എന്നിൽ നിന്ന് തന്നെ മറച്ചു വെച്ചു? തനിക്ക് ഒരു വട്ടമെങ്കിലും എന്നോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുവിടായിരുന്നു. വിവാഹത്തിന് മുമ്പ് എന്തുകൊണ്ടാണ് തന്നെ വിവാഹം കഴിക്കാൻ താനൊരു തീരുമാനം എടുത്തതെന്ന് ഞാൻ പലതവണ ചോദിച്ചിട്ടും താനോ തൻ്റെ അമ്മയോ അതിനുള്ള മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് താനും ഇവരെ പോലെ എൻ്റെ മുമ്പിൽ നാടകം കളിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം അയ്യോ കണ്ണേട്ടൻ വിചാരിക്കുന്നത് പോലെയല്ല, ഞാൻ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണേട്ടൻ അതെങ്ങനെ ഉൾക്കൊള്ളുമെന്നുള്ള സംശയം കൊണ്ടായിരുന്നു. മാത്രമല്ല കരുണയാണെങ്കിൽ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്ന പ്രതാപൻ്റെ മകളാണ്. മാത്രമല്ല ഉണ്ണി വിവാഹം കഴിച്ചിരിക്കുന്ന പെൺകുട്ടിയാണ് കരുണ. ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവളുടെ ജീവിതത്തെ ബാധിക്കും എന്ന് വിചാരിച്ചാൽ ഞാൻ ഇത്രയും നാൾ തുറന്നു പറയാഞ്ഞത്. പക്ഷേ കണ്ണേട്ടനോടും നമ്മളോടുമുള്ള ശത്രുത തീർത്താലും തീരാതെ ഇവരുടെ മനസ്സ് കിടക്കുന്നത് കൊണ്ട് ഇനിയും ഞാൻ ഈ സത്യം മറച്ചു വെക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് തോന്നിയിട്ടാണ് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞതെന്ന് പറയുമ്പോൾ കണ്ണനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മഹാലക്ഷ്മിയുടെ ഈ ഒരു വിശ്വാസവഞ്ചന സഹിക്കാൻ പറ്റുന്നില്ല. ആദ്യം കുറച്ച് ദിവസം പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും മഹാലക്ഷ്മി എന്തുകൊണ്ടാണ് തന്നിൽ നിന്ന് സത്യങ്ങൾ മറച്ചു വെക്കാൻ കാരണമായി എന്നുള്ള കാര്യം മനസ്സിലാക്കി മഹാലക്ഷ്മിയോട് ക്ഷമിക്കാൻ കണ്ണൻ തയ്യാറാകുന്നുണ്ട്. കാരണം തൻ്റെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റം ഉണ്ടാകാൻ കാരണക്കാരി തന്നെ മഹാലക്ഷ്മി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് മാത്രമാണ്. തൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അറിഞ്ഞു ഒരു ദ്രോഹം വരുന്ന ഒരു പ്രവൃത്തിയും മഹാലക്ഷ്മി ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല കണ്ണൻ ഇപ്പോൾ എണീറ്റ് നടക്കാൻ കാരണക്കാരി തന്നെ അവളുടെ പ്രാർത്ഥനയും പരിചരണവും ഒന്നുകൊണ്ട് മാത്രമാണെന്നൊക്കെയുള്ള കാര്യം മനസ്സിലാക്കി കണ്ണൻ മഹാലക്ഷ്മിയോട് ക്ഷമിക്കുന്നുണ്ട്. എന്നാൽ കരുണയോട് ക്ഷമിക്കാൻ ഉണ്ണിക്കാകുന്നില്ല. എൻ്റെ അച്ഛനെ കൊന്നവൻ്റെ മകളെ എനിക്കിനി ഭാര്യയായിട്ട് വേണ്ട. കരുണയെ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്നതിന് മുമ്പ് വരെ കണ്ണേട്ടൻ എന്ന് പറഞ്ഞ മഞ്ജുവിനും അതുപോലെ തന്നെ
നമ്മുടെ ഉണ്ണിക്കും ജീവനായിരുന്നു. കരുണ വിവാഹം കഴിച്ച് വന്നതിന് ശേഷമാണ് സ്വത്ത്, പണം എന്നുള്ളൊരാഗ്രഹം കൂടിയതും സ്വത്തിന് വേണ്ടിയിട്ട് സ്വന്തം ചേട്ടനെ കൊല്ലാൻ പോലും തയ്യാറായതും അതിനെല്ലാം കാരണക്കാരി കരുണയുടെ ആ ഒരു ഏഷണി തന്നെയാണ്. അതെല്ലാം തിരിച്ചറിയുന്നുണ്ട് നമ്മുടെ ഉണ്ണി. മാത്രമല്ല, തൻ്റെ അച്ഛനെ കൊന്നവൻ്റെ മകളെ തനിക്കിനി വേണ്ട. കരുണാലയത്തിൽ നിന്നും കമലേശ്വരം തറവാട്ടിലേക്ക് വന്ന കരുണ ഇന്ന് വരെ എനിക്കൊരു സമാധാനം തന്നിട്ടില്ല. സ്വത്തും പണവും സ്വർണവും ഒക്കെ കുറഞ്ഞവൻ എന്ന പേര് ഒരുപാട് മാനം കെടുത്തിയിട്ടുണ്ട്. എൻ്റെ അച്ഛനെ കൊന്നതുപോലും സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ കണ്ണേട്ടനെയും കൂടി ഇല്ലായ്ക ചെയ്ത് എല്ലാ സ്വത്തുക്കളും എൻ്റെ അച്ഛൻ്റെ കൊലയാളി അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ നാടകമൊക്കെ കളിച്ച് എന്ന് പറഞ്ഞ് കരുണാലയത്തിലേക്ക് തന്നെ പ്രതാപൻ്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ ഉണ്ണിയാണെങ്കിൽ പ്രതാപനോട് പറയുന്നു, താൻ ചെയ്ത ക്രൂരതകൾ ഒരിക്കലും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? മഹാലക്ഷ്മി ഏട്ടത്തി എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു. ഇത്രയും നാൾ അച്ഛനും മോളും എന്നെ കബളിപ്പിക്കുമായിരുന്നു എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു, അച്ഛനും മുത്തശ്ശി എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, നീ ഒന്നും പറയണ്ട, നീ പഠിച്ച കള്ളിയാ, വാ തുറന്നാൽ കള്ളത്തരം പറയാനല്ലേ നീ വാ തുറക്കുള്ളൂ. അതേസമയം പ്രതാപൻ പറയുന്നു, മോനെ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക, അതൊരു അപകട മരണം തന്നെയായിരുന്നു, എനിക്ക് അബദ്ധം പറ്റിയതാ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിനി ഒന്നും പറയണ്ട, ആ വാമദേവൻ അമ്മാവനും മേഘേട്ടനും എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ മനസ്സിൽ വിഷം കുത്തി നിറച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ജീവന് തുല്യം ഞാൻ സ്നേഹിച്ചിരുന്ന എൻ്റെ കണ്ണേട്ടനെ പോലും കൊല്ലാൻ ഞാൻ ആളെ വിട്ടത്. ഇനിയും എന്നെ പറ്റിക്കാന്ന് ആരും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ് ഉണ്ണി കരുണയെ ഉപേക്ഷിച്ച് പോകുമ്പോഴത്തേക്കും കരുണ ആകെ സങ്കടപ്പെട്ട് അകത്തേക്ക് ഓടിപ്പോകുന്ന കാണിച്ചുകൊണ്ടായിരിക്കും എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം.